ഇനി നെക്സ്റ്റ് നമുക്ക് നാനോ ട്യൂബ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും സിലിണ്ടർ ഷേപ്പിലുള്ള ഫ്യുള്ളേറിയൻസ് തന്നെയാണ്. ഫ്യുള്ളേറിയൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ കാർബൺ നാനോ ട്യൂബിന് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പല പ്രാവശ്യം. അപ്പോൾ ഈ കാർബണിൻ്റെ ട്യൂബ്സിനൊക്കെ ഏകദേശം കുറച്ച് നാനോമീറ്റേഴ്സ് ആണ് ലെങ്ത് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം ലെസ് ദാൻ എ മൈക്രോമീറ്റർ ടു സെവറൽ മില്ലിമീറ്റേഴ്സ് ഇൻ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എൻഡ്സൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. ബട്ട് ക്യാൻ ബി ഓപ്പൺ എൻഡഡ് ആസ് വെൽ. രണ്ട് ടൈപ്പുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ എൻസ് ക്ലോസ് ചെയ്തിരിക്കും, ചിലപ്പോൾ എൻസ് ഓപ്പൺ ചെയ്തിരിക്കും. പിന്നെ ഇതിനൊക്കെ യുണീക്ക് മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ അതിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. എന്താണ്? ലൈക്ക് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്ത്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹൈ ഡക്റ്റിലിറ്റി, ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി, ഹൈ കെമിക്കൽ. പക്ഷേ കെമിക്കൽ ആക്ടിവിറ്റി മാത്രം ഇതിന് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നാനോ ട്യൂബ്സ്. നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഫ്യുള്ളേറിയൻസ് ആണ്. അതിന് സൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മീറ്റേഴ്സ് തൊട്ട് മൈക്രോമീറ്റർ ഓർ മില്ലിമീറ്റേഴ്സ് വരെയൊക്കെ ലെങ്ത് ഉണ്ടായിരിക്കാം. ഇനി അതിൻ്റെ എൻസ് ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കാം, ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കാം. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ കാർബൺ നാനോ ട്യൂബ്സ് നമ്മൾ പറഞ്ഞല്ലോ, അതിന് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉള്ളത് ബാറ്ററീസ്, പേപ്പർ ബാറ്ററീസിലൊക്കെയാണ് ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ സ്പേസ് ടെക്നോളജിയിലൊക്കെ, ഇപ്പോൾ സ്പേസിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ അങ്ങനത്തെയൊക്കെ വളരെയധികം യൂസ് ഉള്ള സാധനമാണ് ഇത് കാർബൺ നാനോ ട്യൂബ്സ്. ബാറ്ററീസിലൊക്കെ അത് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കാർബൺ നാനോ ട്യൂബ്സ് 100 ടൈംസ് സ്ട്രോങ്ങർ ആണ് സ്റ്റീലിനേക്കാളും. പക്ഷേ അതിൻ്റെ 1/6 മാത്രമേ ഹെവി ആയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റീൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റീലിനേക്കാളും 100 ടൈംസ് സ്ട്രോങ്ങർ ആണ്. പക്ഷേ ഓൺലി 1/6 ഈസ് ഹെവി ഇൻ ടേംസ് ഓഫ് ഹെവിനെസ്. സ്റ്റീലിനേക്കാളും 1/6 മാത്രമേ ഹെവി ആയിട്ടുള്ളൂ, പക്ഷേ 100 ടൈംസ് അത് സ്ട്രോങ്ങർ ആണ്. പിന്നെ ഈ നാനോ ട്യൂബ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ക്യാൻ കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഫാർ ബെറ്റർ ദാൻ കോപ്പർ. കോപ്പർ നല്ലൊരു കണ്ടക്ടറാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ കോപ്പറിനേക്കാളും വളരെ നന്നായിട്ട് ഹീറ്റും ഇലക്ട്രിസിറ്റിയും ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് നാനോ ട്യൂബ്സിന് പറ്റും. പിന്നെ കാർബൺ നാനോ ട്യൂബ് സാധാരണ പോളിമേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ടു കൺട്രോൾ ഓർ എൻഹാൻസ് ദ കണ്ടക്ടിവിറ്റി. അതുപോലെ ആൻറ്റിസ്റ്റാറ്റിക് പാക്കേജിങ്ങിനും ഒക്കെ ആഡ് ചെയ്യുന്നതാണ് കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ട്യൂബ് ഷേപ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൽ മൊത്തമായിട്ട് കാർബൺസ് ഉണ്ടായിരിക്കും. അത് വളരെ സ്പെസിഫിക് ആണ് ഈ കാർബൺ നാനോ ട്യൂബ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബോണ്ടിങ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഈസ് വെരി സ്ട്രോങ് ആൻഡ് ദീസ് ട്യൂബ്സ് ക്യാൻ ഹാവ് എക്സ്ട്രീം ആസ്പെക്റ്റ് റേഷ്യോസ്. ആസ്പെക്ട് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ടു ഡയാമീറ്റർ റേഷ്യോനാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സിലെ ഇത്തരത്തിലുള്ള ബോണ്ടിങ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ഈ ട്യൂബ്സിനൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോസും ഉണ്ടായിരിക്കും. ഇനി കാർബൺ നാനോ ട്യൂബ്സിന് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് ലെങ്ത്, തിക്നെസ്, നമ്പർ ഓഫ് ലെയേഴ്സ് ഒക്കെ വാരി ചെയ്യാവുന്നതാണ്. ഓക്കെ, then the characteristics of the nanotubes can be different depending on how the graphene sheet has rolled up to form the tube, causing it to act either metallic or as a semiconductor. ഇപ്പം ഗ്രാഫീൻ ഷീറ്റ്, കാർബണിൻ്റെ ഈ ഗ്രാഫീൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ് നമ്മുടെ ഗ്രാഫീൻ. ഇതാണ് ഗ്രാഫീൻ ഷീറ്റ്. ഈ ഗ്രാഫീൻ ഷീറ്റ് നമ്മൾ എങ്ങനെയാണ് റോള് ചെയ്യുന്നത്? അങ്ങനെ റോള് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കാർബൺ നാനോ ട്യൂബ് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ കാർബൺ ഈ ഗ്രാഫീൻ ഷീറ്റ് എങ്ങനെ റോള് ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ റോള് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് പല ടൈപ്പിലുള്ള കാർബൺ നാനോ ട്യൂബ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ the characteristic of the nanotubes can be different depending on how the graphene sheet has rolled up to form the tube, causing it to act either metallic or as a semiconductor. ഇനി കാർബൺ നാനോ ട്യൂബ്സിന് നല്ല കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഗുഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹൈ സർഫസ് ഏരിയ ആണ്. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ സെൻസേഴ്സ് ആൻഡ് സിൻസ് ദേ പ്രൊവൈഡ് വെരി ഹൈ സർഫസ് ഏരിയ, അതിന് വളരെയധികം ആപ്ലിക്കേഷൻസിൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഹൈ സ്റ്റെബിലിറ്റി ഉണ്ട്, ഹൈ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, ഹൈ സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ നാനോ ട്യൂബിൻ്റെ ഒരു
കാർബൺ നാനോ ട്യൂബാണ് ഇവിടെ, ഒരു മോൾഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഗ്രാഫീൻ ഷീറ്റിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ പിന്നെ ഇങ്ങനെ വട്ടത്തിലെടുക്കുമ്പോഴാണ്, റോൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കാർബൺ നാനോ ട്യൂബ് കിട്ടുന്നത്. ഇനി ഈ ഗ്രാഫീൻ ശരിക്കും പറഞ്ഞ് നമ്മൾ പറഞ്ഞു കാർബണിൻ്റെ ഒരു അല്ലോട്രോപ്പാണ്, 2 ഡയമെൻഷനിലാണ് അതുള്ളൂ. അതൊരു ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചറാണ് അല്ലേ, തേനീച്ചക്കൂട് ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചറാണ് അതിന് അറ്റോമിക് സ്കെയിലിൽ ഉള്ളത്. ഇനി ഗ്രാഫീനും മെനി എക്സ്ട്രാ ഓർഡിനറി പ്രോപ്പർട്ടീസ് ഉണ്ട്, ധാരാളം പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഇറ്റ് ഈസ് ഓൾസോ 100 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ദ സ്റ്റീൽ, വളരെ സ്ട്രോങ് ആണ് സ്റ്റീലിനേക്കാളും. ദെൻ ഇറ്റ് കണ്ടക്ട്സ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി വെരി എഫിഷ്യൻ്റ്ലി ആൻഡ് ദിസ് ഗ്രാഫീൻ ഈസ് നിയർലി ട്രാൻസ്പെറൻറ്റ്. അതുപോലെ ഗ്രാഫീൻ ഷോസ് എ ലോങ് ആൻഡ് നോൺ ലീനിയർ ഡയാമാഗ്നറ്റിസം ഈവൻ ഗ്രേറ്റർ ദാൻ ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിനേക്കാളും ലാർജും നോൺ ലീനിയറും ആയിട്ടുള്ള ഡയാമാഗ്നറ്റിസം കാണിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നു? ഗ്രാഫീനെ കാണിക്കാൻ സാധിക്കുന്നു. ഗ്രാഫൈറ്റിനേക്കാളും പല കേസസിലും കൂടുതൽ നല്ലതാണ് ഗ്രാഫൈറ്റിനേക്കാളും കൂടുതലാണ് നല്ലതാണ് ഗ്രാഫീൻ. പിന്നെ ഗ്രാഫീനൊരു സെൽഫ് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഹോൾസിന്. അതിലുള്ള ഇപ്പോൾ ഗ്രാഫീൻ്റെ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഷീറ്റുകളിൽ ചിലപ്പോൾ ഹോൾസ് ഉണ്ടായിരിക്കും. ആ ഹോൾസിനെ സെൽഫായിട്ട് അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും വെൻ എക്സ്പോസ് ടു മോളിക്യൂൾസ് കണ്ടെയ്നിങ് കാർബൺ സച്ച് ആസ് ഹൈഡ്രോകാർബൺസ്. Okay, so when bombarded with the pure carbon atoms, the atoms perfectly align in hexagons, completely filling the holes. അപ്പോൾ പ്യുവർ കാർബൺ ഒക്കെ ആയിട്ട് ഈ ഗ്രാഫീനെ ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറ്റംസ് ഒക്കെ പെർഫെക്റ്റ്ലി ഹെക്സഗൺസ് ആയിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാഫീൻ്റെ ഒക്കെ അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് മെയിൻലി ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ചിട്ടാണ്. TEM എന്ന് പറയും, TEM എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അതൊക്കെ വെച്ചാലാണ് നമുക്കിതിൻ്റെ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്താലാണ് നമുക്കിതിൻ്റെ സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതുപോലെ ഫ്യൂളറിൻസ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഒരു മോളിക്യൂൾ തന്നെയാണ്. ഇൻ ദ ഫോം ഓഫ് എ ഹോളോസ്പിയർ ആയിരിക്കാം ചിലപ്പോൾ അത്, അല്ലെങ്കിൽ എലിപ്സോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്യൂബ് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ഷേപ്പും ഇതിനെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്പെറിക്കൽ ആയിട്ടുള്ള ഫ്യൂളറിൻസ് ഉണ്ട്. അതിനെയാണ് മെയിൻലി എന്ത് പറയുന്നത്, ബക്മിൻസ്റ്റർ ഫ്യൂളറിൻ. ബൾക്കി ബോൾ, ഒരു ബോളിൻ്റെ പോലെ ഇരിക്കും. ഓക്കെ, ഒരു ബോൾ പോലെ ഇരിക്കും. അതിനെയാണ് ബക്മിൻസ്റ്റർ ഫ്യൂളറിൻ, അല്ലെങ്കിൽ ബൾക്കി ബോൾ, അല്ലെങ്കിൽ സ്പെറിക്കൽ ഫ്യൂളറിൻസിനെയാണ് നമ്മൾ ബക്മിൻസ്റ്റർ ഫ്യൂളറിൻ എന്നോ അല്ലെങ്കിൽ ബൾക്കി ബോൾ എന്നോ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ബോൾസിനെ നമ്മുടെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന ബോളില്ലേ, അതിനത് റിസംബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഫ്യൂളറിൻസും ഉണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണ കാർബൺ നാനോ ട്യൂബ്സ് എന്നൊക്കെ പറയുന്നത്, ബക്കി ട്യൂബ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഫ്യൂളറിൻസിനെയാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ഫ്യൂളറിൻസ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ടു ഗ്രാഫൈറ്റിൻ്റെ പോലെ തന്നെയാണ് ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റാക്ക്ഡ് ഗ്രാഫീൻ ഷീറ്റ്സ്. സ്റ്റാക്ക് ചെയ്ത ഗ്രാഫീൻ ഷീറ്റ്സ് ഉണ്ടായിരിക്കും, ലിങ്ക്ഡ് ഹെക്സാഗണൽ റിങ്സ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചർ പോലെ തന്നെയാണ് വരുന്നത്. ഇനി ആദ്യത്തെ ഫ്യൂളറിൻ മോളിക്യൂള് ഓൾറെഡി ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വലുത് നമുക്കറിയാം ബക്മിൻസ്റ്റർ ഫ്യൂളറിൻ ആണ്, C60 എന്നൊക്കെ പറയുന്നതാണ് അത് C60. ദെൻ ഫ്യൂളറിൻസ് ഹാവ് സിൻസ് ബീൻ ഫൗണ്ട് ടു ഒക്വർ ഇൻ നേച്ചർ. നമ്മുടെ നേച്ചറിലും അതുപോലെ ചിലപ്പോൾ അത് ഔട്ടർ സ്പേസിലും ഒക്കെ ഉണ്ടെന്നതായിട്ട് സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്യൂളറിൻസിൻ്റെ ഡിസ്കവറി നടന്നപ്പോൾ അത് കാർബണിൻ്റെ അല്ലോട്രോപ്സിൽ വളരെയധികം എക്സ്പാൻഷനാണ് സംഭവിച്ചത്. അങ്ങനെ ഇപ്പോൾ അത് ഗ്രാഫീൻ കണ്ടുപിടിച്ചു, ഗ്രാഫൈറ്റ്, ദെൻ ഡയമണ്ട്, ദെൻ അമോർഫസ് കാർബൺ, അത് അങ്ങനെ ബൾക്കി ബോൾസ്, ബൾക്കി ട്യൂബ്സ്, അതിലൊക്കെ നമ്മുടെ റിസർച്ച് വന്ന് നിൽക്കുകയാണ്. പിന്നെ വേറൊരു ഫ്യൂളറിൻ ഉണ്ട്, ഇക്കോസാഹെഡ്രൽ ഫ്യൂളറിൻ എന്നാണ് പറയുന്നത്. അത് C540 എന്ന് പറയുന്നതാണ്. അത് ഭയങ്കര സൈസ് കൂടിയ ഫ്യൂളറിനൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫ്യൂളറിൻസ് എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അത് എത്രമാത്രം ബെനിഫിഷ്യൽ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബക്മിൻസ്റ്റർ ഫ്യൂളറിനാണ്. കാർബൺ 60 കാർബൺ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ബക്മിൻസ്റ്റർ ഫ്യൂളറിൻ കാണുമ്പോൾ വലിയ ഫ്യൂളറിനാണ് അല്ലേ, പക്ഷെ അതാണ് ഫ്യൂളറിൻസിൽ ഏറ്റവും ചെറുത്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫ്യൂളറിൻ, കാരണം വെച്ചാൽ കാർബൺ 540 ഒക്കെ ഉണ്ട്. ഇക്കോസാഹെഡ്രൽ ഫ്യൂളറിനൊക്കെ നമ്മൾ കണ്ടു,
കാർബൺ 540 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, ബക്ക്മിൻസ്റ്റർ ഫ്യുള്ളറീനിലെ 60 കാർബൺ ആറ്റംസേ ഉള്ളൂ. അപ്പോൾ അത് സ്മോളസ്റ്റ് ഫ്യുള്ളറീനാണ്. അതിൽ പെൻറ്റഗണലും ഹെക്സഗണൽ റിങ്സും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതിനെ ട്രങ്കേറ്റഡ് ഇക്കോസാഹെഡ്രൻ എന്നാണ് പറയുന്നത്. കാരണം അത് ഒരു ഫുട്ബോളിനോട് വളരെയധികം സാമ്യമുള്ള പോലെയാണ് നിൽക്കുന്നത്. പിന്നെ അതിന് 2 ബോണ്ട് ലെങ്സ് ഉണ്ട് ഈ C60 മോളിക്യൂളിനെ. പിന്നെ അതിൻ്റെ ആവറേജ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 1.4 ആംസ്ട്രോങ്സ് ഒക്കെയാണ് വരിക. അപ്പോൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജനറൽ അല്ല, ഫ്യുള്ളറീൻസിനെ കുറിച്ചിട്ടും കാർബൺ നാനോ ട്യൂബ്സിനെ കുറിച്ചിട്ടും അതുപോലെ ഗ്രാഫീനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ് നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാലും അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചിട്ടും ഒരു പാരഗ്രാഫ് പോലെ എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. മൊത്തമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാം നിങ്ങൾ എഴുതിയില്ലെങ്കിലും ഒരു പാരഗ്രാഫിൽ ആ മാർക്കിനനുസരിച്ച് എഴുതാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്തേക്ക് എത്താണ്. അപ്പോൾ നാനോ പാർട്ടിക്കിൾസിന്, നാനോ മെറ്റീരിയൽസിന് ഭയങ്കര അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇലക്ട്രോണിക്സിലായാലും ഫ്യൂവൽ സെൽസിലായാലും ബാറ്ററീസിലായാലും അഗ്രികൾച്ചറിൽ, അതുപോലെ ഫുഡ് ഇൻഡസ്ട്രിയിൽ മെഡിസിനിലൊക്കെ അതിന് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പാക്റ്റ് നമ്മുടെ റിസർച്ച് ഫീൽഡ്സിലൊക്കെ വരുന്നുണ്ട്. അതായത് കറ്റാലിസിസ്. ഞാൻ പറഞ്ഞല്ലോ അതിന് ഹയർ സർഫസ് ഏരിയ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഹയർ സർഫസ് ഏരിയ ആവുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് വളരെയധികം കൂട്ടാനായിട്ട് ഇത്തരത്തിലുള്ള നാനോ മെറ്റീരിയൽസ് കൊണ്ട് സാധിക്കുന്നു. ഇപ്പോൾ റിയാക്ഷൻ റേറ്റ് അറ്റ് അലുമിനിയം, നാനോ സൈസിലുള്ള അലുമിനിയം ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അത് നമുക്ക് സോളിഡ് ഫ്യൂവലായിട്ട് റോക്കറ്റ് പ്രൊപ്പൽഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ബൾക്കായിട്ടുള്ള അലുമിനിയം നമുക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്, കിച്ചൺ വെയേഴ്സൊക്കെ ഉണ്ടാക്കാനാണ്. അപ്പോൾ നാനോ അലുമിനിയം നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷനിലുള്ള സോളിഡ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ബൾക്ക് ഫോമിലുള്ള അലുമിനിയം നമ്മൾ യൂട്ടൻസിൽസൊക്കെ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാനോ അലുമിനിയം എന്തുകൊണ്ടാണ് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നമ്മൾ ധാരാളം വേരി ചെയ്യാനായിട്ടും സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയൊക്കെ അതിന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്, നമുക്ക് ഫോസ്ഫേഴ്സ് അതുപോലെ ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള TV ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള TVകളിലൊക്കെ മെയിൻലി പണ്ടത്തേലൊക്കെ കാഥോഡ് റേ ട്യൂബ്സ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ TVകളിലൊക്കെ നാനോ ഫോസ്ഫേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഡെഫിനിഷനുള്ള ടെലിവിഷൻസ്, അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ ചിപ്സ്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നാനോ ടെക്നോളജി വഴി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസിസ്റ്റേഴ്സ്, അതിൻ്റെയൊക്കെ സൈസ് വളരെയധികം കുറയ്ക്കാൻ. ഇപ്പോൾ നമ്മൾ എന്ത് ഡിവൈസ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ചെറിയ സൈസിൽ വേണം കിട്ടാൻ, അല്ലേ? പോർട്ടബിൾ ആയ അത്രയും നല്ലത്, അങ്ങോട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോൾ സ്മോൾ ഡിവൈസസ് ഉണ്ടാക്കണമെങ്കിൽ അതിലെ സ്മോൾ ആയിട്ടുള്ള കമ്പോണൻസ് ഉപയോഗിക്കണം. അപ്പോൾ അത്തരത്തിൽ ട്രാൻസിസ്റ്റേഴ്സൊക്കെ വളരെയധികം സൈസ് റെഡ്യൂസ് ചെയ്ത് എന്നാൽ നല്ല എഫിഷ്യൻസിയോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നാനോ മെറ്റീരിയൽസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ആക്റ്റീവ് സർഫസ് ഉള്ള നാനോ മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സെൻസേഴ്സായിട്ട് ധാരാളം ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിസിനൽ ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സൺസ്ക്രീൻ ലോഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കിൻ ബേൺസ്, അപ്പോൾ UV റേസിനോട് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ സ്കിൻ ബേൺസും ക്യാൻസറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ലോഷൻസൊക്കെയാണ് അതിനുള്ള റെമഡി. സൺസ്ക്രീൻ ലോഷൻസിൽ നാനോ ടൈറ്റാനിയം ഡയോക്സൈഡ് അതുപോലെ സിങ്ക് ഓക്സൈഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് വളരെ നല്ല ശക്തമായ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അത് UV റേഡിയേഷനൊക്കെ ഇഫക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കുറേ നേരത്തേക്ക് അത് ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിനെ, നാച്ചുറൽ സ്കിന്നിനെ റീറ്റെയിൻ ചെയ്യാനും അത് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ എഫിഷ്യൻ്റായി നിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള നാനോ മെറ്റീരിയൽസ് ബയോളജിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതായത് ഫ്ലൂറസൻ ബയോളജിക്കൽ ലാബൽസിലെ ഡ്രഗ് ഡെലിവറി, ജീൻ ഡെലിവറി, ദെൻ ബയോ ഡിറ്റക്ഷൻ ഓഫ് പാത്തജൻസ്, ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻസ്, പ്രോബിംഗ് ഓഫ് DNA സ്ട്രക്ചർ മനസ്സിലാക്കാൻ, ടിഷ്യൂ എഞ്ചിനീയറിംഗിലെ ട്യൂമേഴ്സിനെയൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്, പിന്നെ ബയോ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാൻ, പിന്നെ MRI കോൺട്രാസ്റ്റ് എൻഹാൻസ്മെൻറ്റിന്,
പിന്നെ ഫാഗോ കൈനറ്റിക് സ്റ്റഡീസ്, അതായത് ഒരു ഫാർമക്കോളജിയിലെ ഒരു ബ്രാഞ്ചാണ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ്സ് വിത്തിൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ഡ്രഗ് നമ്മൾ അപ്ലൈ ചെയ്ത് ആ ഡ്രഗിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചിനെയാണ് ഈ ഫാഗോ കൈനറ്റിക് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ ആ സ്റ്റഡീസിനും യൂസ് ചെയ്യുന്നുണ്ട് നാനോ മെറ്റീരിയൽസ്. അപ്പം ഇങ്ങനെ വൈഡ് റേഞ്ച് കാറ്റലിസ്റ്റുകളായിട്ട് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിൽ ട്രാൻസിസ്റ്റേഴ്സ്, സെൻസേഴ്സ്, മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, സൺസ്ക്രീൻസ്, ദെൻ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ്, അങ്ങനെ ധാരാളം ആപ്ലിക്കേഷൻസിൽ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അക്കട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. വൺ ബൈ വൺ 1, 2, 3 അങ്ങനെ നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ എസ്സേയുടെ ഒക്കെ ആയിട്ട് പാർട്ടായിട്ടും ഇത് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ ഫിനിഷ്ഡാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയിന്റ് വൈസ് വെച്ചിട്ട് പഠിക്കണം. ഓക്കെ.